ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സീസൺ ആരംഭത്തിൽ ആദ്യത്തെ മാച്ച് നല്ല വൃത്തിക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ട്. കോച്ചായ സ്റ്റേറുടെ ഭാഗത്തു നിന്നും പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വളരെ മോശമായൊരു അപ്രോച്ചാണ് ഈ മാച്ചിൽ കാണാൻ സാധിച്ചത്. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയത്തിലേക്ക് നയിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ, പഞ്ചാബ് ഒരു ഡിഫെൻസീവിൽ നിന്ന് കൗണ്ടർ ചെയ്യുന്ന ടീമാണെന്ന് ഡുറൻ കപ്പിലെ മാച്ചിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഇവർക്കെതിരെ സ്റ്റേറുടെ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സ് ഒന്നും അധികം വർക്കാവില്ല. കാരണം മിഡിൽ തേർഡിലും ഡിഫെൻസീവ് തേർഡിലൊക്കെ വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് പഞ്ചാബ് ഡിഫെൻഡ് ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ നിന്ന് വിങ്ങേഴ്സിലേക്കൊക്കെ ലോങ് ബോൾ എത്തിക്കുമ്പോഴേക്കും പഞ്ചാബിൻ്റെ മിഡ്ഫീൽഡേഴ്സും ഡിഫൻഡേഴ്സുമായിട്ട് ഓൾമോസ്റ്റ് 6 to 8 പ്ലേയേഴ്സ് ഡിഫൻസീവ് തേർഡിൽ ഡിഫെൻഡ് ചെയ്യാനുണ്ടാവും. സോ വളരെ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന പഞ്ചാബിനെതിരെ ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിക്കുന്ന രീതിക്ക് തന്നെയാണ് സ്റ്റെയർ ഈ മാച്ചിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഒരു ക്രിയേറ്റീവ് സൈഡ് അല്ലാത്ത കൊഫും ഫ്രെഡി എന്ന 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ മിഡ്ഫീൽഡിൽ യൂസ് ചെയ്ത് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മൊഹമ്മദൻസൻ FC-ക്കെതിരെ ഈ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് കോംബോ വിജയിച്ചിട്ടുള്ളത് വളരെ ഡീപ്പായി ഡിഫൻസിൽ ഇവരെ യൂസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ പഞ്ചാബിനെതിരായ ഈ മാച്ചിൽ ഫ്രെഡിക്ക് കുറച്ച് ഫോർവേഡിലായി ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറെ പോലെയാണ് കൊഫ് എന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സ്റ്റെഹറ യൂസ് ചെയ്യാൻ ശ്രമിച്ചത്. ഇങ്ങനെയായിരുന്നു സ്റ്റെഹറ യൂസ് ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ ഫ്രെഡിയുടെ സ്ഥാനത്ത് കൊഫിനെയും കൊഫിൻ്റെ സ്ഥാനത്ത് വിബിനെയും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കിയാൽ മതിയായിരുന്നു. ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറായി വിബിൻ കളത്തിൽ വന്നതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ വന്ന ചേഞ്ച് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറായി പരീക്ഷിക്കപ്പെട്ട കൊഫിൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറയാണ്ടിരിക്കുകയാണ് നല്ലത്. പഞ്ചാബിൻ്റെയും ബ്ലാസ്റ്റേഴ്സിൻ്റെയും മിഡ്ഫീൽഡേഴ്സിനെ വിലയിരുത്തിയാൽ ഏറ്റവും കൂടുതൽ മിസ് പാസുകൾ നടത്തിയ മിഡ്ഫീൽഡർ കൊഫായിരുന്നു. 90 മിനിറ്റും കളത്തിലുണ്ടായിരുന്ന കൊഫിൻ്റെ ആക്യുറേറ്റ് പാസിൻ്റെ അവറേജ് 66% മാത്രമായിരുന്നു. എനിവേ, നമുക്ക് ഡീറ്റെയിൽ അനാലിസിലേക്ക് കിടക്കാം. എല്ലാവർക്കും സ്പോർട്സ് സ്റ്റഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ അനാലിസ് ചെയ്യുന്ന എല്ലാ ടീമുകളുടെ ഫോർമേഷനൊക്കെ സോഫാസ്കോർ പോലെയുള്ള സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്ത ഫോർമേഷനായിരിക്കും. അത് തന്നെയാണ് ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്. മാച്ചിന് മുമ്പ് സ്ക്രീനിൽ കാണിക്കുന്ന പല ഫോർമേഷൻസും കഴിഞ്ഞ സീസൺ മുതലേ തെറ്റായ രീതിയിലാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാച്ചിലേക്ക് വന്നാൽ ബ്ലാസ്റ്റേഴ്സും പഞ്ചാബും 4-2-3-1 എന്ന ഒരേ ഫോർമേഷൻ തന്നെയാണ് ഇറങ്ങിയത്. ഇതിൽ സ്റ്റെഹറ ഫ്രണ്ട്ലി മാച്ചുകളിൽ യൂസ് ചെയ്ത 4-3-3 ഫോർമേഷൻ അല്ലാതെ 4-2-3-1 എന്ന ഫോർമേഷൻ ബ്ലാസ്റ്റേഴ്സിൽ പരീക്ഷിക്കാനുണ്ടായൊരു കാരണം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പഞ്ചാബിൻ്റെ പുതിയ കോച്ചായ ദിൽബറീസ് ഡുറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ 4-3-3 ഫോർമേഷനിലെ വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിൽ ക്രിയേറ്റ് ചെയ്ത സ്പേസുകൾ യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ വൈഡ് ഏരിയാസിലൂടെ പ്ലെയർ റൊട്ടേഷൻസും അറ്റാക്സും നടത്തിയിരുന്നു. കൂടാതെ മൊഹമ്മദൻസൻ FC-ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് 4-4-2 ഫോർമേഷനിൽ ഇറങ്ങിയപ്പോൾ വൈഡ് മിഡ്ഫീൽഡേഴ്സും വൈഡ് ഫുൾ ബാക്സും കൂടി ചേർന്ന ഇതേ മിഡ്ഫീൽഡ് ആൻഡ് ഡിഫൻസീവ് ലൈൻ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് വൈഡ് ഏരിയാസിലൂടെ മൊഹമ്മദൻസൻ നടത്തിയ അറ്റാക്ക് മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നു. സോ അതുകൊണ്ടായിരിക്കാം സ്റ്റെഹറ 4-2-3-1 എന്ന ഈ ഫോർമേഷൻ ആദ്യ മാച്ചിൽ പരീക്ഷിച്ചിട്ടുണ്ടാവുക. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഫോർമേഷനിൽ നിന്നുള്ള ബിൽഡപ്പ് നോക്കിയാൽ 2 മാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായ കൊഫും ഫ്രെഡിയും മൊഹമ്മദൻസൻ FC-ക്കെതിരെ നടന്ന പ്രീവിയസ് മാച്ചിൽ ഇത്തരത്തിലാണ് ബിൽഡപ്പിന് സപ്പോർട്ട് നൽകിയത്. അതേ രീതിയിൽ ഫ്രെഡിയോ അല്ലെങ്കിൽ കൊഫോ സെൻറ്റർ ബാക്കായ പ്രിയത്തിൻ്റെയും ഡ്രിങ്കിച്ചിനും ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഡിഫൻസീവ് ലൈൻ കുറച്ച് വൈഡാക്കി ഫുൾ ബാക്സിനെ മിഡ്ഫീൽഡിലേക്ക് ഓവർലാപ്പ് ചെയ്ത് നിർത്തി 2 വൈഡ് ഏരിയാസിലൂടെയാണ് അറ്റാക്കിംഗ് നടത്തിയത്. ഇവിടെ തന്നെ ഈ 2 മാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ ഈ മാച്ചിലും സ്റ്റെഹറ പരീക്ഷിക്കാനുണ്ടായ ഒരു കാരണമായി എനിക്ക് തോന്നിയത് പഞ്ചാബിനെതിരായ ഡുറൻ കപ്പിലെ മാച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിൽഡപ്പ് സ്ട്രക്ചറിലെ ഡിഫൻസിലെ 5 മാൻ സ്ട്രക്ചറിനെ ഈക്വലി മാൻ ടു മാൻ മാർക്ക് ചെയ്തുകൊണ്ട് പഞ്ചാബ് ഹൈ പ്രസ്സിംഗ് നടത്തിയത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാച്ചിലും പഞ്ചാബ് ആ ഹൈ പ്രസ്സിംഗ് തുടരാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം ഒരു 2 മാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവന്നുകൊണ്ട് മൊഹമ്മദൻസൻ FC-ക്കെതിരെ നടത്തിയതുപോലെ ഒരു 6 മാൻ ഡിഫൻസീവ് ബിൽഡപ്പ് സ്ട്രക്ചർ സ്റ്റെഹറ യൂസ് ചെയ്തത്. എന്തായാലും ഈ നീക്കം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ നിന്നുള്ള ബിൽഡപ്പിൽ വർക്കായി. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ നിന്ന് ആരംഭിക്കുന്ന ബിൽഡപ്പിൽ ഹൈ പ്രസ്സിംഗ് നടത്തി ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പഞ്ചാബിന് സാധിച്ചിരുന്നില്ല. കൂടാതെ ചില സമയം ലോ ബ്ലോക്കിലേക്കും മിഡ് ബ്ലോക്കിലേക്കും മാറി ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എങ്കിലും ഇത്തരത്തിലുള്ള ബിൽഡപ്പിലൂടെ വൈഡ് ഏരിയാസിലൂടെ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന അറ്റാക്ക് വളരെ കോമ്പാക്റ്റായി 2 സൈഡിലും മികച്ച ഡിഫൻസീവ് സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് പഞ്ചാബ് ഡിഫെൻഡ് ചെയ്തിരുന്നു. ഇവിടെ പഞ്ചാബ് വളരെ കോമ്പാക്റ്റായി നിന്ന് മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ നടത്തിയ ആ ഡിഫെൻഡിങ് നോക്കാം. ഡിഫൻസിൽ നിന്ന് കോഫ് ഡയഗണൽ ലോങ് ബോൾ ഐമനിലേക്ക് നൽകുന്നു. അവിടെ പഞ്ചാബിൻ്റെ റൈറ്റ് ബാക്ക് അഡ്വാൻസ് ചെയ്ത് വരികയും അതുപോലെ ടീം സ്ട്രക്ചർ കീപ്പ് ചെയ്ത് ഐമനെ പ്രസ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലൂടെ അറ്റാക്ക് പ്രോഗ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലേക്ക് സൈഡ് സ്വിച്ച് ചെയ്ത് ബോൾ കൊണ്ടുപോകുന്നു. അവിടെ പഞ്ചാബ് മികച്ച രീതിയിൽ പ്രസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് തടയുന്നു. അവിടെയും ഫോർവേഡിലേക്ക് അറ്റാക്ക് പ്രോഗ്രസ് ചെയ്യുന്നില്ല. വീണ്ടും സൈഡ് സ്വിച്ച് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ അതേ രീതിയിൽ പഞ്ചാബ് സ്ട്രക്ചർ കീപ്പ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് വന്ന സഹീഫിനെ അടക്കം പ്രസ് ചെയ്ത് അറ്റാക്ക് തടയുന്നു. വീണ്ടും ബ്ലാസ്റ്റേഴ്സ് സൈഡ് സ്വിച്ച് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പഞ്ചാബ് പ്ലേയേഴ്സ് പ്രസ് ചെയ്ത് ബോൾ ക്ലിയർ ചെയ്യുന്നു. സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു അറ്റാക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെ ബോക്സിലേക്ക് പെൻട്രേറ്റ് ചെയ്യിക്കാൻ പഞ്ചാബ് ഒരവസരവും മാച്ചിൽ നൽകിയിട്ടില്ല.
ഇവിടെ കാണുന്ന ഈ സ്റ്റാറ്റ്സ് ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിൻ്റെ ഫസ്റ്റ് ഹാഫിലെ ബോൾ ടച്ചസ് ആണ്. ഇത് നോക്കിയാൽ മനസ്സിലാവും പഞ്ചാബ് പ്ലേയേഴ്സ് തങ്ങളുടെ ബോക്സിലേക്ക് കയറി ഒരു ടച്ച് പോലും നടത്താൻ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന് അനുവദിച്ചിട്ടില്ല. അത് കാണാൻ സാധിക്കുന്ന രാഹുലിൻ്റെ ബ്രില്യൻസിൽ വിങ് ഏരിയയിൽ 3-4 ടച്ച് കയറി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. സോ ഇതുകൊണ്ട് തന്നെയാണ് പെപ്ര ഫസ്റ്റ് ഹാഫിൽ ഫുള്ളായി നിറം മങ്ങിയതും ഫസ്റ്റ് ഹാഫിൽ തന്നെ പെപ്രയെ പിൻവലിച്ചുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ ജീസസിനെ ഇറക്കിയതും. കൂടാതെ ജീസസിൻ്റെ കൂടെ തന്നെ വിപിനെ ഇറക്കാനുള്ള ഒരു കാരണം കൊഫിനെ ഒരു ക്രിയേറ്റീവ് പ്ലെയറായി പരീക്ഷിച്ച് പരാജയപ്പെട്ടതുകൊണ്ടാണ്. ഇത്തരത്തിൽ കോമ്പാക്റ്റായി ഡിഫെൻഡ് ചെയ്യുന്ന പഞ്ചാബിൻ്റെ ഡിഫെൻസീവ് സ്ട്രക്ചറെ പെൻട്രേറ്റ് ചെയ്യിച്ച് പാസ് നൽകാൻ സാധിക്കുന്ന ഒരു ക്രിയേറ്റീവ് പ്ലെയറായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ മിസ് ചെയ്തത്. വിപിൻ വന്നതോടുകൂടിയാണ് കളത്തിൽ ഒരു ടോട്ടൽ ചേഞ്ച് ബ്ലാസ്റ്റേഴ്സിൽ വരാൻ തുടങ്ങിയത്. അപ്പം ഇനി പഞ്ചാബിൻ്റെ സൈഡും ശരിക്കും ഇനി പറയേണ്ടതുണ്ട്. പഞ്ചാബ് ഡിഫൻസിലേക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ഡ്രോപ്പ് ചെയ്യിച്ച് ഡിഫൻസ് വൈഡായി കീപ്പ് ചെയ്ത് വൈഡ് ഏരിയാസിൽ കൂടുതൽ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ആ ഏരിയയിലൂടെയാണ് അറ്റാക്ക് നടത്തിയതൊക്കെ. പഞ്ചാബ് നടത്തിയ അറ്റാക്ക് വിജയിച്ച മൊമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇനി അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമൻറ്റ് ബോക്സിൽ കണ്ട കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പ്രശ്നത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയനുമാണ്. ഇതിൽ കൂടുതൽ വോയിസ് മാത്രമായിരിക്കും താല്പര്യമുള്ളവർ കേൾക്കാം. ഇനി പ്ലേയേഴ്സിൻ്റെ സൈനിങ്ങിലേക്ക് വന്നാൽ കഴിഞ്ഞ സീസൺ മുതൽ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന സൈനിങ്സൊക്കെ ഒരു 50-50 ചാൻസ് എന്ന രീതിക്ക് നടപ്പാക്കുന്നതാണ്. ഈ രീതിയിലേക്ക് മാറി തുടങ്ങിയത് നമ്മുടെ ദിമിയുടെ സൈനിങ് മുതലാണ്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പുള്ള പ്രീ സീസണിൽ ആകെ ഒരു 5 മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സീസണിൽ ഓൾമോസ്റ്റ് 90 ഡേയ്സ് എന്തോ പരിക്ക് പറ്റി കളത്തിന് പുറത്തായിരുന്നു. അങ്ങനെ ഒരു പ്ലെയറെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാനും പിന്നീട് ISL തന്നെ ടോപ്പ് സ്കോർ ആവാനും സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ജീസസിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നടപ്പാക്കിയത്. പക്ഷേ എല്ലാ പ്ലേയേഴ്സ് ഇത്തരത്തിൽ ദിമിയെ പോലെ സക്സസ് ആവണമെന്ന് നിർബന്ധമില്ല. ജീസസിൻ്റെ സൈനിങ് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ജീസസിൻ്റെ സ്കില്ലും ഗോളൊക്കെ നമ്മൾ കാണുന്ന ഭൂരിഭാഗം വീഡിയോസും അദ്ദേഹത്തിൻ്റെ ഇഞ്ചറിക്ക് മുമ്പ് 2021 വരെ അദ്ദേഹം കളിച്ച സബ്രിയാസ് എന്ന ക്ലബ്ബിലെ വീഡിയോസാണ്. അത് കഴിഞ്ഞ് ടൊറൻറ്റോസിൽ വന്ന് ഇഞ്ചറിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഗെയിം രീതിയിലൊക്കെ ടോട്ടലായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പഞ്ചാബിനെതിരായ മാച്ചിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ വന്നതിന് ശേഷം ആ ഒരു ഹെഡർ ഗോൾ ഒഴിച്ചു നിർത്തിയാൽ പെപ്പർ യഥാർത്ഥത്തിലാണ് ഫസ്റ്റ് ഹാഫിൽ പെർഫോം ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ജീസസും പെർഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരു മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ. 1-2 മാച്ച് കൂടി കഴിയുമ്പോൾ ജീസസിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വ്യക്തമായി തുടങ്ങും. ഇനി ഇതുപോലെ തന്നെ ഇവാൻ്റെ കീഴിൽ നടത്തിയ പെപ്രയുടെ സൈനിങ്, അദ്ദേഹം 21 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും മാനേജ്മെൻറ്റിന് ഉണ്ടായിരിക്കുക. പക്ഷേ പെപ്രയുടെ സ്ട്രൈക്കർ എന്ന നിലയിലെ സ്റ്റാറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പ് 114 ഗെയിമിൽ എന്തോ 4 ഗോളെന്ന് പറഞ്ഞിട്ടാണ്. അത്തരത്തിലൊരു സ്റ്റാറ്റ്സ് കാണുമ്പോഴേ മനസ്സിലാവില്ല അദ്ദേഹത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ കൊണ്ടായിരിക്കാം ഈ 100 മാച്ചിൽ നിന്ന് 4 ഗോളുകൾ മാത്രം നേടാൻ സാധിച്ചതെന്ന്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ വന്ന് പെപ്ര കളിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് കാര്യങ്ങൾ ക്ലിയറായി. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ടെക്നിക്സ് ഒക്കെ വളരെ കുറവാണ്. അത് തന്നെയാണ് മെയിൻ കാരണം പെപ്ര ഗോൾ സ്കോർ ചെയ്യാതിരിക്കുന്നതിൻ്റെ. എന്തായാലും നിലവിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ പെപ്രയുടെ കാര്യത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഈ സീസണിൽ പെപ്രയിൽ നിന്നും വലിയ രീതിയിലുള്ള ഗോൾ കോൺട്രിബ്യൂഷൻ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവാൻ്റെ കീഴിൽ തന്നെ ഗോളുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. പിന്നെയാണ് ഇത്രയും ചാലഞ്ചേഴ്സൊക്കെ ഫോർവേഡിൽ വരുന്ന സ്റ്റേറയുടെ വെർട്ടിക്കൽ സിസ്റ്റത്തിൽ. ഇനി അവസാനമായി ലൂണയെ ഞാൻ പലപ്പോഴും സ്റ്റേറയുടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ പറയാത്തതിൻ്റെ ഒരു കാരണം ലൂണ സ്റ്റേറയുടെ വെർട്ടിക്കൽ അറ്റാക്കിംഗ് സിസ്റ്റത്തിൽ ചേരാത്തൊരു പ്ലെയർ ആയതുകൊണ്ടാണ്. അതായത് ISL ഇപ്പോൾ പഴയ ISL ഒന്നുമല്ല. ഓരോ ടീമും കൗണ്ടർ അറ്റാക്സ്, പൊസിഷൻ ഗെയിം, അതുപോലെ ബ്ലാസ്റ്റേഴ്സിലേക്ക് നോക്കിയാൽ നിലവിൽ വെർട്ടിക്കൽ ടാറ്റിക്സ് തുടങ്ങിയ പ്രിഫേർഡ് ആയ ടാറ്റിക്സ് യൂസ് ചെയ്യുന്ന കോച്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ടാറ്റിക്സിന് ഇടങ്ങുന്ന പ്ലേയേഴ്സ് ആ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നത്. ഇപ്പോൾ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഒരു പൊസിഷൻ നോക്കിയാൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായി പോലും ഞാൻ കണക്കാക്കില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ഹൈ പ്രസിംഗ് മികവുണ്ട്. പക്ഷേ ഒപ്പോണിൻ്റെ മിഡ്ഫീൽഡിലെ നീക്കങ്ങളൊക്കെ റീഡ് ചെയ്യുന്നതിലൊക്കെ വളരെ പുറകിലാണ്. ഇപ്പോൾ ലൂണയ്ക്ക് ചേരുന്ന ഒരു പൊസിഷൻ വൈഡ് മിഡ്ഫീൽഡറായോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായോ സെക്കൻഡ് സ്ട്രൈക്കറായിട്ടോ യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ സ്റ്റേറയുടെ ഈ വെർട്ടിക്കൽ അറ്റാക്കിംഗ് സിസ്റ്റത്തിൽ ഈ പൊസിഷനിലൊക്കെ വരുന്ന പ്ലേയേഴ്സ് ലൂണയുടെ പ്ലേയിങ് സ്റ്റൈലിൽ വരുന്നൊരു പ്ലെയർ അല്ല. അവിടെ നല്ല പേസുള്ള പ്ലെയർ ആയിരിക്കണം. ഇനി പേസ് കുറവാണെങ്കിൽ തന്നെ അതിനെ പോലെ ഫിസിക്കലി ഒപ്പോണിനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കണം. അതുപോലെ ഇൻഡിവിജ്വൽ സ്കില്ലിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസും വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈക്വലിയുള്ള പ്ലേയേഴ്സാണ് ഐമൻ, രാഹുൽ, അതുപോലെ തന്നെ നോഹ സദോയ്. ഫിനിഷിംഗ് കുറവുണ്ടെങ്കിൽ പോലും പെപ്രയും. ലൂണ ഈ ഫോർവേഡിൽ ഇറങ്ങുമ്പോൾ ഉള്ളൊരു മെയിൻ പ്രശ്നം ഒപ്പോണിൻ്റെ ചാലഞ്ചസ് വലിയ രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ ലൂണ ഈ ഫ്രണ്ട്ലി മാച്ചിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് ബീറ്റ് ആവുന്നുണ്ട്, ബോൾ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പഞ്ചാബിനെതിരായ മാച്ചിൽ ലൂണ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പോസ്റ്റിൽ ഇറക്കിയ വർക്കാവും. കാരണം പഞ്ചാബ് ലോ ബ്ലോക്കിലേക്ക് ഡിഫെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റേറ ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ ടീമിനെ വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവാൻ്റെ സിസ്റ്റത്തിൽ കളിച്ച പോലെ മിഡ്ഫീൽഡിലേക്കൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഫോർവേഡിലേക്ക് ബോൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ലൂണയ്ക്ക് കളിക്കാൻ സാധിക്കും. എന്നാൽ മോഹൻ ബഗാൻ, മുംബൈ, ബാംഗ്ലൂർ പോലുള്ള ടീമുകൾക്കൊക്കെ ലൂണയെ ഫോർവേഡിൽ ഇറക്കാൻ എന്തായാലും സാധിക്കില്ല. അവിടെ വീണ്ടും സ്റ്റേറയുടെ വെർട്ടിക്കൽ അറ്റാക്കിംഗ് സിസ്റ്റം കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇതുകൊണ്ടാണ് ലൂണയെ പലപ്പോഴും ഞാൻ ഫോർവേഡിലൊരു പ്ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. ഞാനിപ്പോൾ ലൂണയുടെ കാര്യത്തിലുള്ള ഒരു എക്സാമ്പിൾ കൂടി പറയാം.
നമ്മളിപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ രാഹുൽ മികച്ചൊരു പെർഫോമൻസ് പ്രീ സീസണിൽ നടത്തിയില്ലെങ്കിൽ പോലും സ്റ്റേറയുടെ സിസ്റ്റത്തിൽ മികച്ച പെർഫോമൻസിലേക്ക് വരുമെന്ന് ഞാൻ പ്രീവിയസ് വീഡിയോകളിൽ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. കാരണം സ്റ്റേറയുടെ സിസ്റ്റത്തിൽ യോജിച്ചൊരു പ്ലെയർ ആയതുകൊണ്ടാണ്. ആ ഒരു കാര്യം ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോഴേക്കും രാഹുലിൻ്റെ കാര്യത്തിൽ വർക്ക് ആവുന്നത് നമ്മൾ കണ്ടു. ഇനി അവസാനമായി ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഒരു ടോട്ടൽ പെർഫോമൻസിൻ്റെ കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെതിരെ പരാജയപ്പെട്ടു. ഈ പരാജയത്തെ നമുക്കൊരു ടാക്റ്റിക്കലി വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ഇതൊരു നോഹ, ഐമൻ, രാഹുൽ ഒഴികെയുള്ള മറ്റ് പ്ലേയേഴ്സിൻ്റെയൊക്കെ മോശം മെൻറ്റാലിറ്റി കൂടി ചേർന്നപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് ഈ പരാജയത്തിലേക്ക് പോയത്. ഞാൻ കഴിഞ്ഞ മാച്ചിലെ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ കാണിക്കാം. ഇതിൽ ഏരിയയിൽ ബോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹാഫിലേക്ക് വരുന്നതാണ്. ഇവിടെ ഡ്രിങ്കിച്ചുണ്ട്, സഹീഫുണ്ട്, ഫ്രെഡി ഉണ്ട്. ഇവരാരും ആ ബോളിലേക്ക് ഒരു ചാലഞ്ച് നൽകുന്നില്ല. ഡിഫൻസ് ലൈനിൽ പുറകിൽ നിന്ന നിഹാലാണ് വന്ന് ആ ബോൾ എടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ ബോൾ പിക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കൊഫ് ഒരു അഗ്രസീവ് ചാലഞ്ച് ചെയ്യേണ്ടതല്ലേ, അദ്ദേഹം ആ ചാലഞ്ച് അവിടെ നിന്ന് കൊടുക്കുന്നില്ല. ബോൾ നേരെ പഞ്ചാബിൻ്റെ ഡിഫൻസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും ഒരു ബിൽഡപ്പ് ആരംഭിക്കുകയാണ്. സോ ബ്ലാസ്റ്റേഴ്സ് ടീം ഈ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഈ ഗെയിം ഓവറോൾ കളിച്ചത്. അതായത് ഇപ്പോൾ ഒരു പാസ് ആണെങ്കിൽ അവരുടെ അടുത്ത് കൂടെ പോവുകയാണെങ്കിൽ അത് ഞാൻ പിക്ക് ചെയ്യാം, ഇനി ഒപ്പോണൻ്റെ അടുത്ത് എത്തിയാൽ അവരിലേക്ക് ഒരു ചാലഞ്ച് നൽകാം എന്ന രീതിക്കാണ് ടീം ടോട്ടൽ പെർഫോം ചെയ്തത്. സോ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ സബ് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിക്കുക.